എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നും ഈ സുഖം തന്നെയല്ലെന്ന് കേട്ട് മടുത്തോ? മടുത്തെങ്കിൽ പറയണേ, നമുക്ക് മാറ്റി പിടിക്കാം. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഗീവ് അവേയുടെ ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കാൻ വേണ്ടിയാട്ടോ. ഫസ്റ്റ് വന്നേക്കുന്നത് ദാ ഈ കാണുന്ന ഒരു ടേബിൾ ലാമ്പാണ്. ഞാനത് കൈ കിട്ടിയ ആക്രാന്തത്തിന് വലിച്ചു പൊട്ടിച്ചാണ് ദാ ആ കവറിന്റെ സൈഡ് ഒന്ന് കീറിയിരിക്കുന്നത്. ഇത് എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഒന്നും തെളിയുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കംപ്ലൈന്റ് ആണ്. അല്ല, ഇത് ചാർജ് ചെയ്യാത്തായിരുന്നു. പിന്നെ ഞാൻ ചാർജ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ലപോലെ വർക്കായി ട്ടോ. ഇത് ശരിക്കും നല്ല വലിപ്പമുണ്ട്. എന്റെ ക്യാമറയിൽ അത് ഫുള്ള് കാണിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇങ്ങനെ വളച്ചു വെച്ചേക്കുന്നത്. ഇതിന്റെ ഈ ലൈറ്റിന്റെ ഏരിയ ഫ്ലെക്സിബിൾ ആട്ടോ. നമുക്ക് ഏത് വലിപ്പത്തിലേക്കും ഏത് സൈഡിലേക്ക് വേണം നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യാട്ടോ. പിന്നെ ഇതിന്റെ ലൈറ്റ് വരുന്നത് 3 ലെവൽസിലാണ്. ഫസ്റ്റ് ഒരു ഡിമ്മ്, പിന്നെ ഇച്ചിരൂടെ ബ്രൈറ്റ്നസ് ഉള്ളത്, പിന്നെ ലാസ്റ്റ് വരുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ളതാട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ മടക്കി കൂട്ടി വേണേ വെക്കുകയും ചെയ്യാട്ടോ. അപ്പൊ എനിക്ക് എന്തായാലും അത് ഭയങ്കര ഇഷ്ടമായി. ഇനി ഒരു സെക്കൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന ബാഗാണ്. ഞാൻ വിചാരിച്ചാൽ അടിപൊളിയായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഞാൻ വിചാരിച്ച ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ അകവും പുറവും ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് അതിനകത്ത് സാധനമൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഫോണോ അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഹാൻഡിലാട്ടോ എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത്. നല്ല ക്ലോത്തിന്റെ മെറ്റീരിയലാണ്. അത് കാണാൻ നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് വാഷ് ചെയ്തും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ആട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ വാളറ്റ് പോലെ കൈ പിടിക്കാം. അല്ല, നിങ്ങൾക്ക് സ്ലിംഗ് ബാഗ് ആയിട്ട് ഇടണമെങ്കിൽ നമ്മുടെ ആ ബാഗിന്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ നമ്മുടെ ഹാൻഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഹുക്ക് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റിയിട്ടാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുമ്പോൾ അത് മോശമാകാൻ പാടില്ല. അതുകൊണ്ട് അത്യാവശ്യം റിവ്യൂസ് ഉള്ളത് തന്നെ നോക്കിയെടുത്തതാണ്. അതുകൊണ്ട് ചെറിയ കോൺഫിഡൻസ് ഉണ്ടാവുന്നു, മോശമാവില്ല എന്ന്. കാരണം അതിലെ റിവ്യൂസ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചാൽ അടിപൊളിയായിട്ട് എനിക്ക് കൈ കിട്ടിയത്. പിന്നെ ഇതിന്റെ ഹാൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തോരം സൈസിലേക്ക് വേണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ അവിടെ ഉണ്ട് ട്ടോ. അപ്പൊ എന്തായാലും ഈ ബാഗ് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇതിന്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ട്ടോ. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ്. ഇനി നമുക്ക് തേർഡ് ഗിഫ്റ്റ് നോക്കാം. നമ്മൾ എപ്പോഴും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ 2 പ്രൊഡക്റ്റ് എവരിഡേ യൂസിന് പറ്റിയ കുറെ കാലം നിൽക്കുന്ന പ്രൊഡക്റ്റ് തന്നെ എടുത്ത്, പിന്നെ മൂന്നാമത്തെ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റും കൂടെ എടുത്തേക്കാൻ വെച്ചു. അപ്പൊ ക്യാമലിന്റെ 18 ഷെയ്ഡ് വരുന്ന നമ്മുടെ വാട്ടർ കളർ ട്യൂബ്സ് ആട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത്. ക്യാമലിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് അവരുടെ. ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡ് തൊട്ട് ഡാർക്ക് ഷെയ്ഡ് വരെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ട്ടോ. പിന്നെ നമുക്കിത് 18 ഷെയ്ഡ് ആണെങ്കിലും നമുക്ക് നമ്മുടെ പെയിന്റ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാം ട്ടോ. അപ്പൊ 18 ഷെയ്ഡ് ആണെങ്കിൽ തന്നെ നമുക്ക് മിനിമം ഒരു 10-25 ഷെയ്ഡ് എങ്കിലും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ട്ടോ. അപ്പൊ അത് 3 ആയിരുന്നു നമ്മുടെ ഗീവ് അവേയുടെ ഗിഫ്റ്റ്. ഇത് നമ്മുടെ മന്ത്ലി ഗിഫ്റ്റ് ആണ്. ഇത് ഓൾറെഡി ഞാൻ ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ വിന്നറെ നമ്മൾ ഓൾറെഡി അനൗൺസും ചെയ്തു. അപ്പൊ ഈ ഗിഫ്റ്റ് കാണാത്തവർക്ക് എന്നാൽ പിന്നെ ജസ്റ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചാണ്. ഇത് ഡോംസിന്റെ 12 ഷെയ്ഡ് വരുന്ന വാട്ടർ കളർ ട്യൂബ്സ് ആട്ടോ. നമ്മുടെ നേരത്തെ പോലെ തന്നെ ഇതും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. 12 ഷെയ്ഡ് ആണെങ്കിൽ തന്നെ നമുക്ക് മിനിമം ഒരു 20 ഷെയ്ഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ബേസിക് ആയിട്ടുള്ള കളർ സെറ്റ് ആണ് നമുക്ക് വരുന്നത്, സ്കെച്ച് പെണ്ണിലുള്ള പോലെ. പിന്നെ നമുക്ക് ആ കൂടെ ഒരു പെയിന്റിന്റെ ബ്രഷും ഉണ്ട്. പിന്നെ നമുക്ക് പെയിന്റ് പാലറ്റും ഉണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഒരു പെയിന്റിങ്ങിന് വേണ്ടി ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളും നമ്മൾ ഈ ഒറ്റ പ്രൊഡക്റ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗീവ് അവേ ആൻഡ് മന്ത്ലി ഗിഫ്റ്റ്സ്. അപ്പൊ ഇതുവരെ നമ്മുടെ ഗീവ് അവേ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പേടിക്കണ്ട. നമ്മുടെ ഗീവ് അവേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 15 വരെ ഉണ്ട് കേട്ടോ. ഒരു മാസത്തേക്കാണ് നമ്മൾ ഗീവ് അവേ വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ ലിങ്ക് ഞാനിതാ ടോപ്പിൽ കാണുന്ന ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പൊ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് പോയി കാണും. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലും മതി കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ പിന്നെ കാണാം.